നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വർഗീയ താളി കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തൃശൂർ സിറ്റിംഗ് MP TN പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. പുതിയ ചുമതലയോട് നീതി പുലർത്തുമെന്ന് TN പ്രതാപൻ. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെയും UDF നേതൃത്വത്തിന്റെയും മുഖത്തേറ്റടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കുടിവെള്ള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32 ലക്ഷത്തോളം കവർന്നയാളെ തിരിച്ചറിഞ്ഞു. ഫിനാൻസിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നമസ്കാരം. വാർത്തകൾ വിശദമായി. പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയതിൽ പ്രതിഷേധം ശക്തം. തൃശൂരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. AIYFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ CAA പകർപ്പുകൾ കത്തിച്ച് പ്രതിഷേധിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തി. DCC ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. SFI പ്രവർത്തകർ നഗരത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് LDF തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വരാജ് റൌണ്ടിൽ പ്രകടനം നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം P. ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. CPM തൃശൂർ ഏരിയ സെക്രട്ടറി K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം PK ഷാജൻ, LDF നേതാക്കളായ അഡ്വക്കേറ്റ് സുമേഷ്, ജെയിംസ് മുട്ടിക്കൽ, പ്രിജു ആന്റണി, ബഫീഖ് ബക്കർ, മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. പൗരത്വ നിയമം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ SDPI പാവറട്ടി സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SDPI മണലൂർ മണ്ഡലം സെക്രട്ടറി അബ്ദുൽ ഹക്കീം പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. SDPI പാവറട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദീഖ് കൂരിക്കാട് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം ഹബീബ് ഇബ്രാഹിം, പഞ്ചായത്ത് സെക്രട്ടറി നജീബ് കൈതമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് SBIക്ക് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം കർശന താക്കീത് നൽകിയ അതേ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ പൗരത്വ നിയമം നടപ്പാക്കിയിരിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ നിന്ന് രാജ്യത്തിന്റെ പൊതുശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നീക്കം. വർഗീയ താളിക്കത്തിച്ച് ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ നീക്കമാണിത്. ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും ഇതിനെ ചെറുക്കണമെന്നും കേരളം ഇതിനെ ചെറുക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ സിറ്റിംഗ് MP TN പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിത്വം K. മുരളീധരന് നൽകിയതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ നടപടി. പൊതുതെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് TN പ്രതാപൻ മത്സരിക്കുമെന്ന് ആദ്യഘട്ടത്തിൽ പ്രചരണമുണ്ടായിരുന്നെങ്കിലും കോൺഗ്രസിന്റെ സർപ്രൈസ് പട്ടിക വന്നപ്പോൾ പ്രതാപൻ സീറ്റില്ലാതാകുകയായിരുന്നു. പകരം K. മുരളീധരനാണ് നറുക്കുവീണത്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് പ്രതാപൻ ലോക്സഭയിലേക്ക് എത്തിയത്. പുതിയ ചുമതലയോട് നീതി പുലർത്തുമെന്ന് TN പ്രതാപൻ പറഞ്ഞു. പാർട്ടി എപ്പോഴും എന്തൊരു ജോലി ഏൽപ്പിക്കാൻ പറഞ്ഞാൽ, പോസ്റ്റ് ഓടിക്കാൻ പറഞ്ഞാൽ, കുഴികുത്താൻ പറഞ്ഞാൽ, മുദ്രാവാക്യം വിളിക്കാൻ പറഞ്ഞാൽ, സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, പാർട്ടി പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിനീത വിധേയനാണ് എളിയാനായ ഞാൻ. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇപ്പം എൻ്റെ അടുത്ത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ അടുത്ത് KPCC വർക്കിംഗ് പ്രസിഡന്റായി എന്നെ ചുമതലപ്പെടുത്തി. അത് ഈ ചുമതല കൂടി ഞാൻ നീതി പുലർത്തും. പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ എൻ്റെ ഒന്നാമത്തെ ചുമതല തൃശ്ശൂരിൽ K. മുരളീധരനെ എനിക്കുണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് വിജയിപ്പിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചുമതല. രണ്ടാമത്തെ ചുമതല കേരളത്തിലെ കാസർഗോഡും തിരുവനന്തപുരം വരെയുള്ള പാർട്ടിക്ക് വേണ്ടി പാർട്ടി നിർദ്ദേശിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ്. ആ ജോലി 100% ഞാൻ കഠിനാധ്വാനത്തിലൂടെ നിർവഹിക്കപ്പെടും. ഇതൊരു ചുമതലയാണ്, പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ്. പാർട്ടി എന്ത് ചുമതല ഏൽപ്പിച്ചാലും അത് നിർവഹിക്കാൻ വേണ്ടി, സത്യസന്ധമായി നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികമായ കരുത്തും ഉണ്ട് എന്ന് നല്ല വിശ്വാസമുണ്ട്.
കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് കേരളത്തിലെ LDF സർക്കാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. LDF ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന കോടതി നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിലെ UDF നേതൃത്വത്തിന്റെയും മുഖത്തേറ്റടിയാണെന്നും PK ബിജു പറഞ്ഞു. ടൗൺഹാളിൽ നടന്ന കൺവെൻഷനിൽ P മണി അധ്യക്ഷത വഹിച്ചു. LDF തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി VS സുനിൽകുമാർ, മന്ത്രിമാരായ ഡോക്ടർ R ബിന്ദു, K രാജൻ, മുൻമന്ത്രി KP രാജേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മോളി ഫ്രാൻസിസ്, മുൻ MLA KU അരുണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിലെ നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിൽ സ്വാതന്ത്ര്യവും പാരതന്ത്ര്യവും തമ്മിലും അഹിംസയും അക്രമവും തമ്മിലും ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധികാരം ജനനന്മയ്ക്കും വികസനത്തിനും എന്നതാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മുദ്രാവാക്യമെന്നും സുധീരൻ പറഞ്ഞു. UDF മണലൂർ നിയോജക മണ്ഡലം കൺവീനർ KK ബാബു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, PA മാധവൻ, അസ്കർ അലി തങ്ങൾ, CV കുര്യാക്കോസ്, MP വിൻസെന്റ്, CC ശ്രീകുമാർ, അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. 50 അജണ്ടകളുമായി ചേർന്ന കൌൺസിൽ യോഗാരംഭത്തിൽ തന്നെ കഴിഞ്ഞ LDF ഭരണസമിതിയുടെ കുടിവെള്ള വിതരണത്തിലെ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് BJP പ്രതിപക്ഷ കൌൺസിലർമാർ രംഗത്ത് വന്നു. അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നിലവിൽ ഡെപ്യൂട്ടി മേയറുമായ ML റോസിയെ അടക്കം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് വേണ്ടിയുള്ള ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിക്കൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി മേയർ രാജിവെക്കണമെന്നും അല്ലാത്തപക്ഷം പുറത്താക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചുകൊണ്ട് അജണ്ടകളുമായി കൌൺസിൽ യോഗം മുന്നോട്ടു പോകാൻ മേയർ തീരുമാനിച്ചതോടെ പ്രതിപക്ഷാംഗങ്ങൾ രാജി ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതോടെ മേയർ MK വർഗീസ് കൌൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു. തുടർന്ന് കോൺഗ്രസ് BJP അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ ഡെപ്യൂട്ടി മേയറെ ഉപരോധിച്ചു. ഡെപ്യൂട്ടി മേയറെ പുറത്താക്കും വരെ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. 1000 ലിറ്ററിന് 99 രൂപ എന്ന രീതിയിൽ കോർപ്പറേഷൻ ടൗൺ പ്രദേശങ്ങളിലും കൂട്ടിച്ചേർത്ത പഞ്ചായത്ത് പ്രദേശങ്ങളിലും അടക്കം ഒരു വ്യക്തി ടെൻഡർ വെച്ചു. അതിന് കൗൺസിൽ അംഗീകാരം നൽകി. എന്നാൽ മുമ്പുണ്ടായിരുന്ന കരാറുകാർക്ക് കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന LDFിൻ്റെ നേതൃത്വത്തിൽ നടത്തി. ആ ഒരു വർഷം നീട്ടിക്കൊടുത്തപ്പോൾ കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക നഷ്ടം വന്നു. 12% പലിശയോടുകൂടി അത് തിരിച്ചു പിടിക്കാനാണ് ഓംബുഡ്സ്മാൻ വിധിച്ചത്. ഇവർ അയോഗ്യരാക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവർ അയോഗ്യരാക്കി. അതിനെ മറികടക്കാനുള്ള ഒരു കോടതി ഉത്തരവുകളോ ഒന്നും മുന്നോട്ട് പോയിട്ടില്ല. പിന്നെ ആ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കൗൺസിൽ മുന്നോട്ട് പോകാൻ പറ്റും? അതേസമയം ഓംബുഡ്സ്മാൻ ഉത്തരവ് കേവലം ഒറ്റ സീറ്റിന്റെ മാത്രം ബലത്തിൽ ഭരണം നടത്തുന്ന LDFന് കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. TCV തൃശൂർ. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32,40,650 രൂപ കവർന്നയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പടിഞ്ഞാറെ നടയിൽ ഗാന്ധിനഗറിലെ മാസ് സെന്റർ എന്ന കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന L&T ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ചൊവ്വാഴ്ച പണം മോഷണം പോയത്. സ്ഥാപനത്തിന്റെ വാതിൽ തകർത്ത മോഷ്ടാവ് അകത്ത് കയറി ലോക്കർ തകർത്ത് പണം മോഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഹെൽമറ്റും ബാഗും ധരിച്ച് മോഷണത്തിനെത്തുന്നയാളുടെ ദൃശ്യം നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. മൈക്രോ ഫിനാൻസ് വായ്പാ തിരിച്ചടവിലെ പണമാണ് സ്ഥാപനത്തിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്. ഫിനാൻസിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനാണ് പോലീസിന്റെ നീക്കം. സംഗീതജ്ഞൻ തൃശൂർ സ്വദേശി ആറ്റ്ലി D കൂഞ്ഞ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. വോയിസ് ഓഫ് തൃശൂർ സംഗീത കൂട്ടായ്മയുടെ സ്ഥാപകനാണ്. എറണാകുളം മുനമ്പത്ത്
ആംഗ്ലോ ഇന്ത്യൻ കുടുംബത്തിൽ ഫ്രാൻസിസ് ഡി കുഞ്ഞ, എമിലി റോച്ചാദ് എന്നിവരുടെ 5 മക്കളിൽ മൂത്തയാളാണ് ആറ്റ്ലി. കുട്ടിക്കാലത്ത് അമ്മാവൻ വാങ്ങി നൽകിയ കളിവീണയിൽ പാട്ടുകൾ വായിച്ച് തുടക്കം കുറിച്ച ആറ്റ്ലി പിന്നീട് സ്വയം പഠനത്തിലൂടെയാണ് ഗിറ്റാർ കൈകാര്യം ചെയ്യുന്നതിൽ വിദഗ്ധനായത്. മ്യൂസിക് നോട്ട് എഴുതാൻ അറിയില്ലായിരുന്ന ഇദ്ദേഹം സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ നിർബന്ധം കൊണ്ടാണ് അത് പഠിച്ചത്. 10 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തനമാണ് ആറ്റ്ലിയെ പ്രൊഫഷണലാക്കി മാറ്റിയത്. 70കളിൽ ജോൺസൺ, ഔസേപ്പച്ചൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പം ജി ദേവരാജൻ മാസ്റ്ററുടെ ഓർക്കസ്ട്രയിൽ അംഗമായിരുന്നു. രവീന്ദ്രൻ മാസ്റ്റർക്കൊപ്പവും വർഷങ്ങളോളം പ്രവർത്തിച്ചു. കെ ജെ യേശുദാസ്, പി ജയചന്ദ്രൻ, പി സുശീല, എസ് ജാനകി, വാണി ജയറാം, ചിത്ര, സിഒ ആൻഡോ, ബിജു നാരായണൻ തുടങ്ങിയവരോടൊപ്പവും പ്രവർത്തിച്ചു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ നടക്കും. നെതർലാൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് 1,75,000 രൂപയുമായി ഒളിവിൽ പോയ പ്രതി പിടിയിലായി. കൂർക്കഞ്ചേരി വടൂക്കര AKG നഗർ സ്വദേശി പുതിയ വീട്ടിൽ PR പ്രേംകുമാറിനെയാണ് നെടുപുഴ പോലീസ് പിടികൂടിയത്. 2023 ഡിസംബറിലാണ് സംഭവം. പ്രതിക്കെതിരെ നെടുപുഴ വെസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ സംസ്കരിച്ചെടുക്കുന്ന പരിശുദ്ധ റംസാന് തുടക്കമായി. കൊടും വേനലിൽ പ്രാർത്ഥനയും വിശ്വാസവും കുടപിടിച്ച 1-ാം നാളിൽ തളരാതെ വിശ്വാസി സമൂഹം സൽചിന്തയുടെ കാരയ്ക്കാമുദരം നുണഞ്ഞതോടെ 1-ാം നാളിലെ നോമ്പിന് പരിസമാപ്തിയായി. ഉപവാസത്തിന്റെ പകലുകളുടെയും പ്രാർത്ഥനാനിരതമായ രാവുകളുടെയും നിറവിലാണ് വിശ്വാസികൾ റംസാനെ വരവേറ്റത്. കാരുണ്യത്തിന്റെ ദിനങ്ങളാണ് ഒന്നാമത്തെ 10 വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കാരുണ്യത്തിനുള്ള പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ വിശ്വാസികൾ പ്രധാനമായും ചൊല്ലുക. ഇനിയുള്ള ദിവസങ്ങളിൽ മസ്ജിദുകളിൽ നോമ്പ് തുറയുടെ കൂട്ടായ്മക്കാലം കൂടിയാണ്. LDF പുതുക്കാട് മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാജൻ, KP രാജേന്ദ്രൻ, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭ ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന് കാഞ്ഞിരക്കോട്, കുണ്ടന്നൂർ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. AC മൊയ്തീൻ MLA, KD ബാഹുലയൻ, NR സത്യൻ, S ബസന്തലാൽ, MS സിദ്ധൻ, പഞ്ചായത്ത് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിൽ K രാധാകൃഷ്ണൻ സന്ദർശനം നടത്തി. വികാരി ഫാദർ സെബി കവലക്കാട്ട്, കൈക്കാരന്മാരായ KP ഷാജു, MP റാഫി, ജോൺ ചാലിശ്ശേരി എന്നിവർ ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി പദയാത്ര നടത്തി. ഓട്ടുപാറയിൽ നിന്ന് കോലഴിയിലേക്ക് നടത്തിയ പദയാത്രയിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. UDF നേതാക്കളായ KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത്, DCC സെക്രട്ടറി K അജിത് കുമാർ, സെലക്ട് മുഹമ്മദ്, ജിജോ കുര്യൻ, ഷാഹിദ റഹ്മാൻ, CA ശങ്കരൻകുട്ടി എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. അവണൂർ കള്ളുഷാപ്പിൽ പെർമിറ്റ് ഇല്ലാതെ കള്ളിറക്കിയെന്ന തൊഴിലാളികളുടെ പരാതിയെ തുടർന്ന് എക്സൈസ് സംഘമെത്തി കള്ള് കസ്റ്റഡിയിലെടുത്തു. അവണൂർ കോലഴി റേഞ്ചിലെ വിവിധ കള്ളുഷാപ്പുകളിലേക്ക് വിതരണത്തിന് കൊണ്ടുപോകാനായി ഇറക്കിയ കള്ളാണ് തൊഴിലാളികൾ തടഞ്ഞതിനെ തുടർന്ന് കോലഴി റേഞ്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ കള്ള് കസ്റ്റഡിയിലെടുത്തത്. കരാറുകാരനുമായി തൊഴിൽ തർക്കമുള്ള പശ്ചാത്തലത്തിൽ AITUC അംഗങ്ങളായ കള്ള് വ്യവസായ സ്ഥിരം തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് നടപടി. കരാറുകാരൻ 5 സ്ഥിരം തൊഴിലാളികളെ തൊഴിലിൽ നിന്ന് മാസങ്ങളായി മാറ്റി നിർത്തി ശമ്പളം നൽകാതിരിക്കുകയാണെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. 5 രജിസ്റ്റേർഡ് തൊഴിലാളികൾക്ക് പകരം കരാറുകാരൻ സ്വന്തം താൽക്കാലിക തൊഴിലാളികൾ ഉപയോഗിച്ചത് മൂലം തൊഴിലില്ലാതായ തൊഴിലാളികൾ പ്രതിഷേധത്തിലായിരുന്നു. കോലഴി റേഞ്ചിലെ അവണൂർ ഉൾപ്പെടെ 24ഓളം കള്ള് ഷാപ്പുകളിലേക്ക് വിതരണത്തിനായി പാലക്കാട് നിന്ന് കൊണ്ടുവരുന്ന കള്ള് അവണൂർ ഷാപ്പിനോട് ചേർന്നുള്ള ഷെഡിലിറക്കി ജഗ്ഗുകളിലേക്ക് പകർന്നാണ് കൊണ്ടുപോയിരുന്നത്. അവണൂർ ഷാപ്പിൽ 100 ലിറ്റർ കള്ള് വിൽക്കാനേ അനുമതിയുള്ളൂ. മറ്റ് ഷാപ്പുകളിലേക്കുള്ള കള്ള് വാഹനത്തിൽ നിന്നിറക്കാതെ പെർമിറ്റ് പ്രകാരമുള്ളത് പകർന്നു കൊടുക്കുകയാണ് വേണ്ടതെന്ന് തൊഴിലാളികൾ പറഞ്ഞു. തൊഴിലാളികൾ തടഞ്ഞതിനെ തുടർന്ന് ജഗ്ഗുകളിലാക്കി കൊണ്ടുപോകാൻ വച്ചിരുന്ന 500ഓളം ലിറ്റർ കള്ള് എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്ത ശേഷം കേസെടുത്തു. മെഡിക്കൽ കോളേജ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടിക്കും മികച്ച അങ്കണവാടി വർക്കർക്കുമുള്ള പുരസ്കാര തിളക്കത്തിൽ അരിമ്പൂർ പഞ്ചായത്ത്. ഇരട്ട നേട്ടത്തിന്റെ അഭിമാനവുമായി മധുരം പങ്കിട്ട് പഞ്ചായത്ത് അങ്കണവാടി സാരഥികൾ. അരിമ്പൂർ കൈപ്പള്ളിയിലെ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയും സമീപത്തെ കസ്തൂർബ അങ്കണവാടിയിലെ ദീപാ മുകുന്ദനുമാണ് അരിമ്പൂരിനെ ഇരട്ട പുരസ്കാര നേട്ടത്തിന് അർഹമാക്കിയത്.
ജില്ലയിലെ ഏറ്റവും മികച്ച അങ്കണവാടിക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിക്ക് ലഭിച്ചത് ഈയിടെയാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ അങ്കണവാടിക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിക്ക് മികച്ച അംഗനവാടിയായിട്ട് നമുക്ക് സംസ്ഥാന തലത്തിലെ അവാർഡ് നേടാൻ സാധിച്ചു. ഒപ്പം നിൽക്കണം നമ്മുടെ ആൾക്കാർ, LMSക്കാർ, അതുപോലെ പൊതുജനങ്ങൾ. ഇവിടെ ഏതൊരു പരിപാടിക്കും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഓരോ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചത്. പോഷകവാടി അവാർഡ് കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചു. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ശുചിത്വത്തിനുള്ള അവാർഡ് ലഭിച്ചു. ഇത് മൂന്നാമത്തെയാണ് നമുക്ക് സംസ്ഥാന അവാർഡ് ലഭിച്ചത്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഈ അവാർഡ് ലഭിച്ചത്. അരിമ്പൂർ 14-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ അങ്കണവാടി 2018-ലാണ് സ്വന്തം സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അങ്കണവാടി വർക്കറായ സലിജ സന്തോഷും സഹായി സിനിയുമാണ് ഇവിടെ കുട്ടികൾക്കായുള്ള പരിചരണം ഒരുക്കുന്നത്. 30 സ്ത്രീകൾ ഉൾപ്പെടെ 45 പേരുടെ വയോജന കൂട്ടായ്മയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്കണവാടിക്ക് ചുറ്റുമായി വിവിധതരം പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനാൽ കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠം പഠിക്കുവാനും വിളവെടുക്കുന്ന പച്ചക്കറികൾ അങ്കണവാടിയിൽ തന്നെ ഭക്ഷണത്തിനായി ഉപയോഗിക്കാനും സാധിക്കുന്നു. ക്രിസ്മസ്, ഓണം, റംസാൻ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് അങ്കണവാടിയിലെ കുരുന്നുകളും രക്ഷിതാക്കളും വയോജന സംഘങ്ങളിലെ പ്രവർത്തകരും പ്രദേശവാസികളും ഒത്തുകൂടുന്നത് പതിവാണ്. KR സുകുമാരൻ, ലില്ലി റാഫേൽ, സുകുമാരൻ കല്ലുവാതുക്കൽ, KR ബാലചന്ദ്രൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിക്ക് അടുത്ത് തന്നെയാണ് മികച്ച അങ്കണവാടി വർക്കർക്കുള്ള പുരസ്കാരം നേടിയ ദീപ മുകുന്ദൻ സേവനമനുഷ്ഠിക്കുന്ന കസ്തൂർബ അങ്കണവാടി. നമ്മുടെ അങ്കണവാടി കുട്ടികളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് പലതരത്തിലുള്ള വികാസ മേഖലകളിൽ കുട്ടികളുടെ പെരുമാറ്റ സ്വഭാവം വൈകല്യങ്ങളെയൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകളിൽ കുട്ടികളെ തെറാപ്പികൾ നടത്തി ഒക്കെ വളരെ ഭാഷാപരമായിട്ടുള്ള വികാസത്തിന് വേണ്ടി ഊന്നൽ കൊടുത്തുകൊണ്ടാണ് അംഗൻവാടിയിൽ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു തുള്ളി പല തുള്ളി തുള്ളികൾ ചേർന്നാൽ ഒരു പുഴ. ദീപ മുകുന്ദൻ കൈപ്പള്ളിയിലെ അങ്കണവാടിയിൽ എത്തിയിട്ട് 21 വർഷം പിന്നിട്ടു. വയോജനങ്ങൾ, ഗർഭിണികൾ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വേണ്ട പരിചരണം ഒരുക്കാൻ ദീപയുടെ നേതൃത്വത്തിൽ അങ്കണവാടി പ്രവർത്തകരും വയോജന കമ്മിറ്റിയും സദാ കർമ്മനിരതരാണ്. ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടി പ്രവർത്തകരെയും ദീപ മുകുന്ദനെയും അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വൈസ് പ്രസിഡന്റ് CG സജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ മധുരം നൽകി അനുമോദിച്ചു. TCV ന്യൂസ്, തൃശൂർ. ക്യാൻസർ ചികിത്സാ വികേന്ദ്രീകരണത്തിനായി താലൂക്ക് ആശുപത്രി തലം മുതൽ മാമോഗ്രാം സേവനം ഉറപ്പാക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുന്നംകുളം താലൂക്ക് ആശുപത്രി മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തിയതോടെ വികസന മുന്നേറ്റത്തിൽ പുതുചരിത്രം സൃഷ്ടിക്കപ്പെടുമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികൾ ജനസൗഹൃദവും രോഗീ സൗഹൃദവും ആകണമെന്ന ഇടതു സർക്കാരിന്റെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ആശുപത്രികളിൽ ഈ രീതിയിലുള്ള വലിയ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. മന്ത്രി K രാധാകൃഷ്ണൻ, മുരളി പെരുന്നെല്ലി MLA, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷൻ അംഗം TK വാസു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് തുടങ്ങിയവർ പങ്കെടുത്തു. മങ്ങാട് പുതുരുത്തി നെയ്യൻപടി വളവിൽ ലോറിയും ഇരുചക്ര വാഹനങ്ങളും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ നെല്ലുവായ് സ്വദേശി കീർത്തി നിവാസിൽ നന്ദൻമാരാരുടെ മകൻ 21 വയസ്സുള്ള ഗൗതമാണ് മരിച്ചത്. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ മങ്ങാട് സ്വദേശി കാവീട് വീട്ടിൽ റോയിലിന് പരിക്കേറ്റു. മങ്ങാട് ഭാഗത്തുനിന്ന് പോവുകയായിരുന്ന ഗൗതം ഓടിച്ചിരുന്ന ബൈക്ക് എതിരെ വരികയായിരുന്ന ലോറിയിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സ്കൂട്ടറിലും ഇടിച്ചു. ഗുരുതരമായി പരിക്കേറ്റ ഗൗതമിനെയും റോയലിനെയും എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗൗതമിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ഇരുചക്ര വാഹനമിടിച്ച് മധ്യവയസ്കൻ മരിച്ചു. വടക്കാഞ്ചേരി അകമല പാറവളപ്പിൽ 47 വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത്. അപകടത്തെ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരിയിൽ ആക്രി സാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തിയിരുന്ന ആളാണ് സുകുമാരൻ. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പകച്ചു പോകുന്നവർക്ക് കഠിനാധ്വാനം കൊണ്ട് പൊരുതി മുന്നേറുന്ന നിക്സൺ നൽകുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും ഏറെ വലുതാണ്.
സമയം രാവിലെ 4:30. തൃശൂർ നഗരം രാത്രിയുടെ കരിമ്പടം മാറ്റി ഉണരാനുള്ള ഒരുക്കത്തിലാണ്. നല്ലൊരു ചായ കുടിക്കാൻ പറ്റിയ സ്ഥലം നോക്കിയാണ് പോകുന്നത്. ചെന്ന് നിന്നത് റൗണ്ട് സൗത്തിലെ സബ്വേക്ക് സമീപം ഒറ്റപ്പാലം ബസ്സുകൾ നിർത്തുന്ന സ്ഥലത്തായിരുന്നു. നിക്സൺ ചേട്ടനാണ് ഇവിടെ ചായ വിൽക്കുന്നത്. നല്ല ചൂട് ചായ പോലെ എപ്പോഴും ഉന്മേഷമുള്ള മുഖമാണ് നിക്സൺ ചേട്ടൻ്റേത്. അതിരാവിലെ 3 മണിക്ക് ഉണർന്ന് ഭാര്യ ജോയ്സി തയ്യാറാക്കി നൽകുന്ന ചായയുമായി 4:20 2 വീലറിൽ തൃശൂർ റൗണ്ടിലെത്തും. ആമ്പല്ലൂർ പാലിയക്കരയിൽ നിന്നാണ് നിക്സൺ ചേട്ടൻ വരുന്നത്. 2:45 3 മണിയാകുമ്പോൾ 3:45 4 മണിക്ക് പോകുന്നു. 4:20 ആകുമ്പോഴേക്കും തൃശ്ശൂരെത്തും. ഒരു 8:30 ആകുമ്പോഴേക്കും കച്ചവടം കഴിഞ്ഞു. ചായ, കാപ്പി, വിത്തൗട്ട് ചായ, പിന്നെ സ്നാക്സുകൾ ഉണ്ടായിരിക്കും. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മുകളിൽ ഷീറ്റ് മേയുന്ന ട്രസ് വർക്കായിരുന്നു ചെയ്തിരുന്നത്. ഭേദപ്പെട്ട വരുമാനവും ഉണ്ടായിരുന്നു. സ്വന്തമായി പുതിയ വീട് പണിതത് അക്കാലത്താണ്. അപ്രതീക്ഷിതമായാണ് ജോലിക്കിടെ നിലയിൽ നിന്ന് വീണ് പരിക്കേറ്റത്. 2 തവണ ശസ്ത്രക്രിയ ചെയ്തു. കാലിൽ സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. 1.5 വർഷത്തോളം ജോലിക്ക് പോകാനായില്ല. വീട്ടിൽ ഉള്ളുരുകി ഭാര്യയും 2 പെൺമക്കളും. ഏതു വിധേയനെയും ജീവിതം മുന്നോട്ട് നയിക്കണം. തുടർന്ന് സാധിക്കുന്ന വിധത്തിൽ ചെറിയ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ലോട്ടറി വിൽക്കാനും പോയി. ഒന്നിലും മെച്ചപ്പെടാനായില്ല. പിന്നീട് ഭാര്യ ജോയ്സിയുടെ നിർദ്ദേശപ്രകാരമാണ് ചായയുണ്ടാക്കി വിൽപ്പന നടത്താൻ തുടങ്ങിയത്. തുടക്കത്തിൽ അധികമൊന്നും ചിലവായില്ല. അപ്പോൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ നല്ല മുകളിൽ നിന്ന് വീണ് കാലുമ്പോൾ കമ്പിയും ആക്കിയിട്ടിട്ട് ആയ കാരണം പിന്നെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. വേറൊരു വഴി മുന്നോട്ട് പോകാൻ നോക്കിയപ്പോൾ ഒന്നിലും സക്സസ് ആവുന്നില്ല. അപ്പോൾ പിന്നെ പാലേക്കര ടോളിൻ്റെ അവിടെ ചായ വെക്കാം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. അവിടെ കൊണ്ടൊന്ന് നോക്കി അവിടെ നിന്ന് വിജയിക്കണില്ല. അവിടേക്ക് ഇഷ്ടം പോലെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഒന്ന് മടങ്ങി പോവാ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം. പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ കച്ചവടമായി. ഇപ്പോൾ കുഴപ്പമില്ല. നമുക്ക് ചായയും കാപ്പിയും ചെറുകടികളുമായി വന്നാൽ സ്കൂട്ടർ സ്റ്റാൻഡിൽ നിർത്താൻ പോലും ആരുടെയെങ്കിലും സഹായം വേണം. എന്നിട്ടും ഒരു മടിയും കൂടാതെ ഒരു ദിവസം പോലും മുടങ്ങാതെ ചായയുമായി എത്തുന്ന നിക്സൺ ചേട്ടൻ പരിചയമുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാണ്, ആത്മവിശ്വാസമാണ്. 2 പെൺമക്കളും ഇന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്. ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി ഒപ്പം നിൽക്കുന്ന ഭാര്യയും പരിമിതികളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ ശീലിച്ച മക്കളും ചേരുമ്പോൾ കുടുംബം ഇന്ന് സംതൃപ്തിയുടെയും ആശ്വാസത്തിന്റെയും ഇടമാണെന്ന് നിക്സൺ ചേട്ടൻ പറയുന്നു. TCV തൃശൂർ. ഗുരുവായൂർ നഗരസഭയുടെ അമൃത് ശുദ്ധജല വിതരണ പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് നാടിന് സമർപ്പിച്ചു. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഗുരുവായൂർ അമൃത് കുടിവെള്ള പദ്ധതി അതിന് വലിയ പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. കോട്ടപ്പടി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, വാർഡ് കൌൺസിലർമാരായ PT ദിനിൽ, ശാന്തകുമാരി, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭയാണ് കേരളത്തിലെ ഏറ്റവും മികച്ച നഗരസഭയ്ക്കുള്ള പുരസ്കാരം ഇത്തവണ കിട്ടിയത് ഗുരുവായൂർ നഗരസഭയ്ക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നഗരസഭയുടെ ചേർപ്പ് സെന്ററിൽ വിരളി പിടിച്ച തെരുവ് നായയെ കണ്ട് ഭയന്നോടിയ യുവതി റോഡിലേക്ക് തെറിച്ചു വീണു. കരിവന്നൂർ സ്വദേശിനി ചിത്തിര റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് തെരുവ് നായ ആക്രമിക്കാൻ ശ്രമിച്ചത്. തെരുവ് നായ യുവതിക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും ഭയന്നോടി യുവതി റോഡിലേക്ക് തെറിച്ചു വീഴുന്നതും കണ്ട് അഭിജിത്ത് പൂത്തറയ്ക്കൽ എന്ന യുവാവ് നായയെ ആട്ടിയോടിച്ചു. ഭയന്ന് വിറച്ച യുവതിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രഥമ ശുശ്രൂഷ നൽകി. ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ചുള്ള നെയ്യ് സമർപ്പണം തുടങ്ങി. ക്ഷേത്ര നടപ്പുരയിൽ ഒരുക്കിവച്ചിരുന്ന ഓട്ടുചരക്കിലാണ് ഭക്തർ കൂട്ടമായി നെയ്യ് സമർപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, അംഗങ്ങളായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, കമ്മീഷൻ C അനിൽകുമാർ, സെക്രട്ടറി P ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, തിരുവഞ്ചിക്കുളം ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷൻ MR മിനി, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ എന്നിവരും ശാസ്താവിന് നെയ്യ് സമർപ്പിച്ചു. ഗ്രാമബലി വരെയുള്ള 10 ദിവസങ്ങളിൽ ശ്രീലകത്തും ചുറ്റിലുമുള്ള എല്ലാ വിളക്കുകളിലും നെയ്ത്തിരിയാണ് തെളിയുക. പൂരം വരെയുള്ള ദിവസങ്ങളിൽ ശാസ്താവിന്റെ തിരുനടയിൽ ഭക്തജനങ്ങൾക്ക് നെയ്യ് സമർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്താവിന് നിവേദിച്ച കടും മധുര നെയ്പായസം ഭക്തർക്ക് പ്രസാദമായി നൽകി.
ജനിച്ച് 4 ദിവസം മാത്രം പ്രായമുള്ള പശുക്കിടാവ് പാൽ ചുരത്തുന്നത് കൗതുകമാകുന്നു. മാന്നാമംഗലം സ്വദേശി തോട്ടാമറ്റത്തിൽ സക്കറിയയുടെ വീട്ടിലെ പശുക്കിടാവാണ് ജനിച്ചയുടനെ പാൽ ചുരത്തുന്നത്. 4 ദിവസം മുമ്പാണ് പശുക്കുട്ടി ജനിച്ചത്. അന്നു മുതൽ പശുക്കുട്ടിയുടെ അകിടിന് സാധാരണയിൽ കൂടുതൽ വലിപ്പം കണ്ടിരുന്നു. എന്നാൽ വീട്ടുകാർ അത് കാര്യമായി എടുത്തില്ല. കഴിഞ്ഞ ദിവസം അകിട് കൂടുതൽ വീർത്തതോടെ നീർക്കെട്ടാവുമെന്ന് കരുതി മാന്നാമംഗലം മൃഗാശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഡോക്ടർ നടത്തിയ പരിശോധനയിലാണ് പശുക്കുട്ടിയുടെ അകിടിൽ പാൽ നിറഞ്ഞതായി കണ്ടെത്തിയത്. തുടർന്ന് പാൽ കറന്ന് എടുക്കുകയും ചെയ്തു. ജനിച്ച് 4 ദിവസം മാത്രം പ്രായമുള്ള പശുക്കുട്ടിക്ക് പാലുള്ളതായി കണ്ടെത്തുന്നത് തന്റെ സർവീസിലെ ആദ്യ സംഭവമാണെന്നും ഹോർമോണിൽ വന്ന വ്യതിയാനമാവാം ഇത്തരം സംഭവത്തിന് പിന്നിലെന്നും വെറ്ററിനറി ഡോക്ടർ മനോജ് പറഞ്ഞു. വർഷങ്ങളായി പശു വളർത്തൽ ഉണ്ടെങ്കിലും ഇത്തരമൊരു അനുഭവം ആദ്യമാണെന്ന് ക്ഷീരകർഷകനായ സ്കറിയ പറയുന്നു. വീട്ടിലെ 4 വയസ്സ് പ്രായം വരുന്ന വളർത്തുപശുവിന്റെ ആദ്യ പ്രസവം കൂടിയാണിത്. പശുക്കുട്ടിക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഹോർമോൺ ശരിയാകുന്നതിനുള്ള ചികിത്സയും മരുന്നുകളും നൽകി വരുന്നുണ്ട്. ഒറ്റപ്രസവത്തിൽ അമ്മയും കുഞ്ഞും ഒരുപോലെ പാൽ ചുരത്തുന്ന കാര്യം നാട്ടിൽ അറിഞ്ഞതോടെ പശുക്കുട്ടിയെ കാണാനായി നിരവധി പേരാണ് എത്തുന്നത്. TC വിനോസ്, തൃശൂർ. ഗുരുവായൂരിൽ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. താമരയൂർ താഴശ്ശേരി രവീന്ദ്രന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. ഫ്രിഡ്ജിന് പുറകിൽ നിന്നാണ് തീ ഉയർന്നത്. ഫ്രിഡ്ജ്, ഫാൻ, ട്യൂബ്ലൈറ്റ്, കബോർഡ് എന്നിവ കത്തിനശിച്ചു. വീടിനകത്ത് മുഴുവൻ കറുത്ത പുക നിറഞ്ഞതോടെ വീട്ടുകാർ പുറത്തേക്കിറങ്ങിയോടി. ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊഴുക്കുള്ളി സ്വദേശി ചിറ്റിലപ്പള്ളി വീട്ടിൽ നിമേഷിനെയാണ് മണ്ണുത്തി SI ജീസ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സിവിൽ പോലീസ് ഓഫീസർമാരായ ജോജു, വിപിൻ, സന്ദീപ്, അജിത്, അനീഷ് കുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. 1.5 വർഷത്തോളമായി ഒളിവിലായിരുന്ന പ്രതിയെ അച്ചൻകുന്ന് ഭാഗത്തു നിന്നാണ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം പിടികൂടിയത്. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് ഓൾ ബൊട്ടീക് ഓണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള തൃശൂർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തൃശൂരിൽ സംഘടിപ്പിച്ച വനിതാ കൂട്ടായ്മയ്ക്ക് പ്രസിഡന്റ് CJ റോയ്, സെക്രട്ടറി അജു തോമസ്, പ്രോഗ്രാം കോർഡിനേറ്റർ സോജ സുദർശൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വ്യത്യസ്ത മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഷീബ അമീർ, ഗീതു തോമസ്, സീമ അനിൽ, മെർലിൻ എന്നിവരെ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം ശക്തം. തൃശൂരിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. വർഗീയ താളി കത്തിച്ച് ജനങ്ങളെ വിഭജിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. തൃശൂർ സിറ്റിംഗ് MP TN പ്രതാപനെ KPCC വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. പുതിയ ചുമതലയോട് നീതി പുലർത്തുമെന്ന് TN പ്രതാപൻ. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെയും UDF നേതൃത്വത്തിന്റെയും മുഖത്തേറ്റടിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലും മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കുടിവെള്ള വിതരണത്തിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഓംബുഡ്സ്മാൻ അയോഗ്യയാക്കിയ ഡെപ്യൂട്ടി മേയർ ML റോസിയെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷം. ഗുരുവായൂരിൽ പണമിടപാട് സ്ഥാപനം കുത്തിത്തുറന്ന് 32 ലക്ഷത്തോളം കവർന്നയാളെ തിരിച്ചറിഞ്ഞു. ഫിനാൻസിന്റെ മറ്റൊരു ശാഖയിലെ ജീവനക്കാരനാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.